أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 138 വചനമാണ് ശ്രവിച്ചത്. ഈ ആയത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചതുപോലുള്ളതിൽ ഈ അധ്യാപനത്തിൽ അവർ വിശ്വസിക്കുന്നുവെങ്കിൽ അവർ നേർമാർഗം പ്രാപിച്ചവരായി. ഇനി അവർ പിന്തിരിയുന്നുവെങ്കിൽ നിശ്ചയമായും അവർ ഭിന്നിപ്പിൽ തന്നെയാകുന്നു. അപ്പോൾ അവരിൽ നിന്ന് അവരുടെ ഉപദ്രവത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നതിന് നിശ്ചയമായും അല്ലാഹു നിനക്ക് മതിയാകും. അവൻ നല്ലവണ്ണം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. സയ്യിദുന ഹദ്റത്ത് മീർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹ്മദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറെ കബീറിൽ പറയുന്നു: ഈ ആയത്തിൽ അല്ലാഹു ഈമാനിന്റെ, അതായത് വിശ്വാസത്തിന്റെ വിശദീകരണം വ്യക്തമാക്കിയിരിക്കുന്നു. സമ്പൂർണമായ ഈമാൻ എന്നത് മനുഷ്യൻ യാതൊരു നിബന്ധനയും ചുമത്താതെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഏത് ഉപദേശവും സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിൽ കാലത്തിന്റെയോ സമൂഹത്തിന്റെയോ രാജ്യത്തിന്റെയോ നിബന്ധന ഉണ്ടാവരുത്. അതുപോലെ മുമ്പ് വന്ന പ്രവാചകന്മാരെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ, പിന്നീട് വരുന്നവരെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന അത്തരത്തിലുള്ള നിബന്ധനയും ഉണ്ടാവരുത്. പിന്നീട് പറയുന്നു: നിങ്ങൾ പണ്ഡിതനായാലും അല്ലെങ്കിലും ഒരാൾ അള്ളാഹുവിൽ നിന്നാണ് വന്നതെന്ന് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ഉടൻ തന്നെ അവനിൽ വിശ്വസിക്കണം. അതിനാൽ ഒരു ജൂതനോ ക്രിസ്ത്യാനിയോ ആയാൽ മോക്ഷം ലഭിക്കും എന്ന് പറയുന്നത് എല്ലാം കപടവാദങ്ങളും വഞ്ചനകളും മാത്രമാണ്. ഈമാനിന്റെ ആദ്യത്തെ നിബന്ധന എന്നത് ഒരു വ്യക്തി യാതൊരു നിബന്ധനകളും കൂടാതെ വിശ്വസിക്കുകയും അതിന്മേൽ യാതൊരു നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താതിരിക്കുകയും അള്ളാഹുവിന്റെ ശബ്ദത്തിന് ലബ്ബൈക്ക് പറയാൻ എപ്പോഴും തയ്യാറായിരിക്കുകയും ചെയ്യുക എന്നതാണ്. ഒരു പ്രവാചകന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നതുമായി മാത്രമേ ഈമാൻ ബന്ധപ്പെട്ടിട്ടുള്ളൂ എന്ന് ആളുകൾ തെറ്റായി വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു പ്രവാചകന്റെ ഉദാഹരണം ഒരു വക്താവിന്റെ ശബ്ദവാഹകനെ പോലെയാണ്. ഒരാൾ സംസാരിക്കുന്നവന്റെ ശബ്ദം ആളുകളിലേക്ക് എത്തിക്കുന്നത് പോലെ പ്രവാചകനും അള്ളാഹുവിന്റെ വചനങ്ങളെ ആളുകളിലേക്ക് എത്തിക്കുന്നു. ഒരു പ്രവാചകനിൽ വിശ്വസിക്കേണ്ടത് അനിവാര്യമാകുന്നത് അള്ളാഹുവിന്റെ സന്ദേശവാഹകനായതിനാൽ മാത്രമാണ്. അതുകൊണ്ട് ഒരു പ്രവാചകനിൽ മാത്രം വിശ്വസിക്കുകയും മറ്റൊരു പ്രവാചകനെ നിഷേധിക്കുകയും ചെയ്യുന്നത് മനുഷ്യന് യാതൊരു ഗുണവും ചെയ്യുന്നില്ല. ഒരാൾ എല്ലാ ദൈവിക വിളികൾക്കും ഉത്തരം നൽകാൻ തയ്യാറാവുമ്പോൾ മാത്രമേ പ്രയോജനം ലഭിക്കുകയുള്ളൂ. ഈ സന്ദർഭത്തിൽ അള്ളാഹു ചില പ്രവാചകന്മാരെ പരാമർശിച്ചുകൊണ്ട് പറയുക, നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ പ്രവാചകന്മാരിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ അള്ളാഹു മറ്റൊരു പ്രവാചകനെ അയച്ചിരിക്കുന്നു, ഞങ്ങൾ അവനിൽ വിശ്വസിക്കുന്നു, എന്നാൽ നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പങ്കുചേരാൻ നിങ്ങളും അവനിൽ വിശ്വസിക്കുക. ദീനി കാര്യങ്ങളിലും ലൗകിക കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിജയം നേടാൻ അത് സഹായിക്കും. ഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖിൻ. അള്ളാഹു പറയുന്നു: ഇനി അവർ പിന്തിരിയുന്നുവെങ്കിൽ ഭയപ്പെടേണ്ട. അവരുടെ ഈ പിന്തിരിപ്പിന് മറ്റൊരു കാരണവുമില്ല. അവർ ഭിന്നത സൃഷ്ടിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ്. ഏതൊരു സാഹചര്യത്തിലും നിങ്ങളുമായി ഐക്യപ്പെടാൻ അവർ തയ്യാറല്ല. ഈ വാചകം യഥാർത്ഥത്തിൽ ഇൻഹും ഇല്ലാ ഫീ ശിഖാഖിൻ എന്നതാണ്. അതിന്റെ അർത്ഥം അവരുടെ ഈ വ്യതിയാനത്തിൽ അസ്വസ്ഥരാകരുത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചില ദുർബല ഹൃദയരായ മുസ്ലിങ്ങൾ ഇങ്ങനെ കരുതിയിരിക്കാം: ഇവർ നമ്മിൽ നിന്ന് ഇനിയും കൂടുതൽ അകന്നു പോകുമല്ലോ. അള്ളാഹു പറയുന്നു: അവർ ഇതിനു മുമ്പ് തന്നെ നിങ്ങളിൽ നിന്ന് അകന്നവരാണ്. അള്ളാഹുവിന്റെ അടുത്തേക്ക് നയിക്കുന്ന കാര്യങ്ങളിലേക്ക് വരാൻ അവർ തയ്യാറല്ല. അവരുടെ ഹൃദയങ്ങളിൽ ഇത്രയും വൈരാഗ്യം നിറഞ്ഞിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഐക്യം സാധ്യമാവുക?
അതുകൊണ്ട് വേർപിരിഞ്ഞാൽ അവരിൽ നിന്ന് കഷ്ടപ്പാടുകൾ ഉണ്ടാവുമെന്നും വഴക്കുകൾ ഉണ്ടാകുമെന്നും ഭയപ്പെടേണ്ട. ഫസയക്ഫീകഹുമുല്ലാഹു, അവരുടെ ഉപദ്രവത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നതിന് നിശ്ചയമായും അള്ളാഹു നിനക്ക് മതിയായവനാണ്. ഈ പദവിയിൽ ഒരാൾ എത്തുന്നതുവരെ അയാളെ യഥാർത്ഥ വിശ്വാസി എന്ന് വിളിക്കാൻ കഴിയുകയില്ല. വിശ്വാസത്തിന്റെ സ്ഥാനം ഫസയക്ഫീകഹുമുല്ലാഹു അനുസരിച്ചുള്ളതാണ്. അതായത് ശത്രു എത്രമാത്രം ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ടെന്നും ശത്രുവിനെ എൻ്റെ മേൽ ജയിക്കാൻ അവൻ അനുവദിക്കില്ലെന്നും മനസ്സിലാക്കുന്ന ഒരു സ്ഥാനത്ത് അവൻ എത്തുമ്പോഴാണ് ഈ പോരാട്ടത്തിൽ എനിക്ക് മരണം വിധിക്കപ്പെട്ടാൽ പോലും ദുഃഖമില്ല. കാരണം മരണശേഷം നമ്മൾ ദൈവത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒടുവിൽ ചിന്തിച്ചു നോക്കൂ, സ്വഹാബാക്കൾക്ക് ഭാര്യമാർ ഉണ്ടായിരുന്നില്ലേ? അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ലേ? അവർക്ക് സ്വത്തുക്കളും വ്യാപാരവും ഉണ്ടായിരുന്നില്ലേ? അവർ അള്ളാഹുവിന് വേണ്ടി തങ്ങളുടെ ജീവൻ ത്യജിച്ചില്ലായിരുന്നുവെങ്കിൽ ഇസ്ലാം നമ്മളിലേക്ക് എങ്ങനെ എത്തുമായിരുന്നു? നാം അജ്ഞതകളെ മുങ്ങിക്കിടക്കുമായിരുന്നില്ലേ? ഒരാൾ വിഗ്രഹങ്ങളെ പിടിച്ചുലയ്ക്കുകയും മറ്റൊരാൾ ഏതെങ്കിലും ദേവതകളുടെ മുമ്പിൽ തലകുനിക്കുകയും ചെയ്തിരിക്കുമായിരുന്നു. അള്ളാഹു അവർക്ക് നിരവധി അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. അവർ നമുക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ തീയിൽ എറിഞ്ഞു, മക്കളെ അനാഥരാക്കി, ഭാര്യമാരെ വിധവകളാക്കി, മാതാപിതാക്കളെ പ്രകാശരഹിതവും ആശ്രയരഹിതരുമാക്കി, നമ്മളെ ഇസ്ലാമിൻ്റെ സമ്പത്തിൽ സമൃദ്ധരാക്കി. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, സ്വഹാബാക്കൾ നടത്തിയ അത്ര മഹത്തായ ത്യാഗത്തിനും അവരിൽ നിന്നും ഈമാന്റെ പ്രകാശം ലഭിച്ചതിനു ശേഷവും മുസ്ലിങ്ങൾ അവരെ പോലെ ഈ മൈതാനത്തിലിറങ്ങി സ്വഹാബാക്കൾ ചെയ്തത് ഞങ്ങളും ചെയ്യുന്നു എന്ന് പറയുന്നതിനു പകരം ലൗകിക ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഭയന്ന് അതിൽ നിന്നും പിന്മാറി ഇസ്ലാം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളിൽ പങ്കുചേരുന്നത് അവർ ഒഴിവാക്കാൻ തുടങ്ങി. അള്ളാഹു താല പറയുന്നു, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ അള്ളാഹുവിൽ വിശ്വാസം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവൻ തന്നെയാണ് നിങ്ങളെ സംരക്ഷിക്കുക. എല്ലാ തരത്തിലുള്ള നാശനഷ്ടങ്ങളിൽ നിന്നുമുള്ള രക്ഷയും അവൻ തന്നെയാണ് നൽകുക. വഹുവ സമീഉൽ അലീം. അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നതിനാൽ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ലെന്ന് കരുതരുത്. മറിച്ച് ആ പ്രതീക്ഷയോട് പ്രാർത്ഥന ചെയ്തുകൊള്ളുക. അള്ളാഹു കേൾക്കുന്നവനാണ്. നിങ്ങൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചും അവൻ നല്ലവണ്ണം അറിയുന്നവനാണ്. അവൻ തന്നെ അവയെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. ജസാക്കുമുല്ലാഹ് വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.